അയ്യപ്പൻകോവിലിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾ യോഗം ചേർന്നു. പീരുമേട് എംഎൽഎ അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ മാസം 16-നാണ് കളക്ടർ പെരിയാർ തീരത്ത് താമസിക്കുന്ന 139 പേരെ കുടിയൊഴിപ്പിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. വിവരം പുറത്തറിഞ്ഞതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ആശങ്കയിലായി. ഇതോടെ തീരത്തുള്ളവർ പഞ്ചായത്തിനെയും എംഎൽഎയും സമീപിച്ചു. ഇതേ തുടർന്ന് എംഎൽഎ കളക്ടറുമായി ബന്ധപ്പെട്ടു. എന്നിട്ടും കർഷകർ ആശങ്കയിൽ തന്നെ കഴിയുകയാണ്. ഇതേ തുടർന്നാണ് കർഷകർ യോഗം ചേർന്നത്. നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന കർഷകരെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്നും ഉടൻ കർഷക പ്രതിനിധികളുടെ യോഗം വിളിക്കുമെന്നും എംഎൽഎ യോഗത്തിൽ ഉറപ്പു നൽകി. അർഹതപ്പെട്ടവരെ കുടിയിറക്കില്ലെന്നും അദ്ദേഹം യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് ഇങ്ങനൊരു നടപടി നയിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള നിർമ്മാണങ്ങളൊക്കെ നമ്മൾ തുടങ്ങുകയും അതുകൂടെ നോക്കണം. ഇപ്പോൾ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോവുകയും അനധികൃതമായിട്ട് റോഡിലോ അല്ലെങ്കിൽ തോട്ടിലോട്ടൊക്കെ ഇറക്കി വെക്കുന്നതൊക്കെ അതൊക്കെ അതിന്റെ സ്ഥിതി എന്താണെന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനോടൊന്നും നമ്മൾ പോകരുതെന്നോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉള്ളത് നമുക്ക് സംരക്ഷിക്കപ്പെടണം അല്ലേ, നമ്മുടെ ഒരു നിലപാട്. പുതിയതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇനിയുള്ളത് നോക്കേണ്ടത് സർക്കാരും ഒക്കെയാണ് നോക്കേണ്ടത്, അത് കളക്ടറൊക്കെ നോക്കണം. ഇപ്പോൾ ഉള്ളത് നമ്മൾ സംരക്ഷിക്കപ്പെടണം. ഹിയറിങ്ങിന് മുമ്പ് നമുക്കൊരു മീറ്റിംഗ് വെച്ച് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ നോട്ടീസ് കൊടുക്കുക. അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടോളാം. എന്നിട്ട് നമുക്ക് കളക്ടറേറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ടവർ വന്ന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ ഒരവസരവും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരവും അതിന്റെ നടപടികൾ നമുക്ക് നമ്മുടെ ക്ലെയിമുകൾ ബോധ്യപ്പെടുത്താനുള്ള ഒരവസരവും നമുക്ക് ഉണ്ടാക്കാം. യോഗത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ തമ്പി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുലോചന ചന്ദ്രൻ, ബിനോയ് ഫിലിപ്പ്, ജാൻസി ചെറിയാൻ, സലീല സലീം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, CPM നേതാവ് ബി ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകർ പഞ്ചായത്ത് ഭരണസമിതിയെയും എംഎൽഎയെയും തങ്ങളുടെ ആശങ്കയെ അറിയിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ.